നമസ്കാരം. അട്ടിമറിക്കപ്പെട്ട ജനവിധിയുടെ ബലത്തിൽ രൂപീകരിക്കപ്പെട്ടതാണോ നിലവിലെ പാർലമെന്റ് എന്ന സംശയം ഊതിയുണർത്തി ചില വാർത്തകൾ പുറത്തുവരുന്നത് ആശങ്കാജനകമാണ്. ഫലം വന്ന് ഒരു മാസത്തിന് ശേഷം മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള പൗരന്മാരുടെ പ്ലാറ്റ്ഫോമായ വോട്ട് ഫോർ ഡെമോക്രസി വിഷയം കൂടുതൽ ചർച്ചയാക്കിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റത്തെക്കുറിച്ചും റിപ്പോർട്ട് ആശങ്ക ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ചില പഴുതുകൾ ചൂണ്ടിക്കാണിച്ചതിന് പുറമെ റിപ്പോർട്ട് 3 സുപ്രധാന അവകാശവാദങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, പോളിംഗ് ദിവസങ്ങളിൽ ഏകദേശം 8 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കിട്ട ഏകദേശ വോട്ടുകളും അന്തിമ വോട്ടർമാരുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 5 കോടിയാണെന്നാണ് അത് അവകാശപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 4,65,46,885. മൊത്തം വോട്ടുകളുടെ എണ്ണത്തിൽ ഉണ്ടായ കുത്തനെയുള്ള വർധന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിയിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട്. വോട്ടുകളുടെ എണ്ണത്തിൽ ഘട്ടം തിരിച്ചുള്ള അധിക സംഖ്യ ശ്രദ്ധാപൂർവം പരിശോധിച്ചതിന് ശേഷമാണ് ഈ കണക്ക് ലഭിച്ചതെന്ന് VFD പറഞ്ഞു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ദിവസം വൈകുന്നേരം കണക്കാക്കിയ വോട്ടിംഗ് ശതമാനവും അന്തിമ പോളിംഗ് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 1% ആയിരുന്നുവെങ്കിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യതിയാനം 3.2% എന്ന പരിധിയിലായിരുന്നുവെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. 7 ഘട്ടങ്ങളിലും കൂടി അത് 6.32% വരെ ഉയരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ 12.54%വും ഒഡീഷയിൽ 12.48%വുമാണ്. അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർധനയുടെ സഞ്ചിത ശരാശരി 4.72 ആണെന്നും റിപ്പോർട്ട് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ ഇതുവരെ വർധനവിന് വിശ്വസനീയമായ കാരണങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രണ്ടാമതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 15 സംസ്ഥാനങ്ങളിലായി 79 സീറ്റുകളിൽ BJP നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് നേടിയ വിജയത്തിന്റെ മാർജിനേക്കാൾ കൂടുതലാണ് അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ കുത്തനെയുള്ള വർധനവ് എന്നാണ്. അവയിൽ പലതും NDA സ്ഥാനാർത്ഥികൾ കഷ്ടിച്ച് വിജയിച്ചു എന്നതും ശ്രദ്ധേയമാണ്. ഒഡീഷയിലെ 18 സീറ്റുകൾ ഉൾപ്പെടെ 79 സീറ്റുകളിലാണ് ഈ പൊരുത്തക്കേട് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിൽ 11, പശ്ചിമ ബംഗാളിൽ 10, ആന്ധ്രയിൽ 7, കർണാടകയിൽ 6, ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും 5 വീതം, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ 3 വീതം, അസമിൽ 2, അരുണാചൽ പ്രദേശ്, ഗുജറാത്ത്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോന്നും എന്നിങ്ങനെയാണ് ബാക്കി വരുന്ന മണ്ഡലങ്ങൾ. അതിനാൽ സംശയങ്ങൾ ദൂരീകരിക്കാനും വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ സുതാര്യമായി നിരത്താനും VFD തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. മൂന്നാമതായി റിപ്പോർട്ട് പറയുന്നത് 10 സംസ്ഥാനങ്ങളിലായി 18 സീറ്റുകളിൽ NDA സ്ഥാനാർത്ഥികൾ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചതെന്ന വസ്തുതയാണ്. ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം വോട്ടെടുപ്പിനിടെയും വോട്ടെണ്ണൽ പ്രക്രിയക്കിടയിലും ക്രമക്കേടും EVM തകരാർ സംബന്ധിച്ച പരാതിയും സിവിൽ സൊസൈറ്റി അംഗങ്ങളും പ്രതിപക്ഷ സ്ഥാനാർത്ഥികളും ഉന്നയിച്ചിരുന്നു. ബീഹാറിലെ സരൺ, മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് വെസ്റ്റ്, ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ്, ബൻസ്ഗാവ്, ഫുൽപൂർ എന്നിവിടങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ നേരിയ മാർജിനിലാണ് വിജയിച്ചത്. വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കൽ, EVM തകരാർ, തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ വിവാദപരമായ സ്ഥലം മാറ്റം, റിട്ടേണിംഗ് ഓഫീസർമാരുടെ മോശം പെരുമാറ്റം എന്നിങ്ങനെ പ്രതിപക്ഷം ഉന്നയിച്ച പരാതികൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉന്നയിച്ച സമാന സംശയങ്ങൾ എന്നിവയും റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. മുതിർന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥ മേധാവി MG ദേവസഹായവും ആക്ടിവിസ്റ്റ് ഡോക്ടർ പ്യാരിലാൽ ഗാർഗും ചേർന്നാണ് VFD റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആക്ടിവിസ്റ്റുകളായ ടീസ്റ്റ സെത്തൽവാദ്, ഡോൾഫി ഡിസൂസ, ഫാദർ ഫ്രേസർ മസ്കരേനാസ്, ഖലീൽ ദേശ്മുഖ് എന്നിവർ ചേർന്നാണ് VFD സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ സംശയമില്ലെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതിന്റെ പെരുമാറ്റം പൗരന്മാരും വോട്ടർമാരും എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ന്യായമായ ഫലത്തെക്കുറിച്ച് തങ്ങളിൽ ഗൗരവമായ ഉത്കണ്ഠയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ജൂലൈ 22-ന് മുംബൈയിൽ റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്ന എല്ലാ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും സ്വയംഭരണ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് VFD സംഘം ആവശ്യപ്പെട്ടു. 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 80-ാം വകുപ്പ് ഫലം പ്രഖ്യാപിച്ച് 45 ദിവസത്തിനുള്ളിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഫലത്തെ വെല്ലുവിളിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെയോ വോട്ടറെയോ അനുവദിക്കുന്നുണ്ട്. 2024-ലെ ജനവിധി ജനങ്ങളിൽ നിന്ന് മോഷ്ടിച്ചതാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിശദവും വിശ്വസനീയവുമായ പ്രതികരണങ്ങളോടെ ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അത് അവർ നിറവേറ്റുമോ എന്ന് കാത്തിരുന്നു കാണാം.